വിഭജത്തിന്റെ ദിവ്യസന്ദേശം. എന്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ഇന്ന് ജൂലൈ 15 ബുധനാഴ്ച. പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യവും അലൗകികവുമായ സന്ദേശം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ വളരെ ഭാഗ്യവാനാണ്. ഇതിനർത്ഥം സ്വയം പ്രപഞ്ചം നിന്നെ ഈ സന്ദേശം കേൾക്കാൻ തിരഞ്ഞെടുത്തു എന്നാണ്. നീ അതീവ ഭാഗ്യശാലിയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഈ സന്ദേശം ഒരു യാദൃച്ഛികതയല്ല. ഈ സന്ദേശം നിന്നിലേക്ക് എത്തിച്ചേരണമെന്നത് പ്രപഞ്ചത്തിന്റെ ഇഷ്ടമാണ്. ഒരു ദിവ്യശക്തി എപ്പോഴും നിന്നോടൊപ്പമുണ്ടെന്ന് ഈ ദിവ്യസന്ദേശം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. നീ ഭാവനയിൽ പോലും കാണാത്ത തലത്തിലേക്ക് വിജയം നിന്നെ തേടിയെത്താൻ പോകുന്നു. ഇത് നിന്റെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ്. ഇതുവരെ നിനക്ക് മുന്നിൽ അടഞ്ഞുകിടന്ന വിജയത്തിന്റെ വാതിലുകൾ ഇപ്പോൾ നിനക്കായി തുറക്കപ്പെടുകയാണ്. പുതിയ പുതിയ നല്ല അവസരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഒട്ടനവധി സമ്പത്തും സുഖവും സമാധാനവും ഐശ്വര്യവും നിനക്ക് ലഭിക്കാൻ പോകുന്നു. നീ അളവറ്റ സന്തോഷത്തിന്റെ ഉടമയായി മാറും. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കും. നീ ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോകുന്നതിനാൽ നിന്റെ മനക്കരുത്ത് മുൻപത്തേക്കാൾ ശക്തമാകും. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ ഭാഗ്യം ഉദിക്കുകയാണ്. എല്ലാ ഇരുട്ടിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം ഉദയം ചെയ്യും. നിന്നെ സഹായിക്കാൻ പ്രപഞ്ചം സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഓരോ നിമിഷവും നിനക്ക് അനുഭവപ്പെടും. ഇതുവരെ അപൂർണമായിരുന്ന നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. നിന്നെ നിരാശനാക്കിക്കൊണ്ടിരുന്ന നിന്റെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകും. നിന്റെ കാൽക്കൽ നിന്ന് മുള്ളുകൾ നീക്കം ചെയ്യപ്പെടുന്നതുപോലെയാണത് സംഭവിക്കുക. നിന്റെ ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് കുതിക്കാൻ നിനക്ക് പ്രചോദനമേകുന്നൊരു സമയം വരാൻ പോകുന്നു. നിന്റെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പിന്നിലുപേക്ഷിക്കപ്പെടും. നിന്റെ ഉള്ളിൽ പുതിയൊരു ഊർജ്ജം പ്രവഹിക്കും. അത് നിന്റെ ഓരോ തീരുമാനങ്ങളെയും ശക്തമാക്കും. ഇതുവരെ നിന്റെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങളും നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്ന അശുഭസൂചനകളും ഇല്ലാതാകും. ഒടുവിൽ നിനക്ക് അളവറ്റ സന്തോഷം ലഭിക്കും. നിന്റെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. അത് സുഖവും സമൃദ്ധിയും വിജയവും നിറഞ്ഞ ഒരു അധ്യായമായിരിക്കും. വിശ്വാസമർപ്പിക്കുക. ഈ സമയം നിനക്ക് വളരെ അത്ഭുതകരമായിരിക്കും. നിന്റെ ധൈര്യവും കഠിനാധ്വാനവും വിശ്വാസവും ഇപ്പോൾ ഫലം തരാൻ പോകുന്നു. നിന്റെ എല്ലാ കാര്യങ്ങളും സാധ്യമാകും. വിജയം നിന്റെ ജീവിതത്തിൽ സ്ഥിരമായി വാതിലിൽ മുട്ടും. നിന്റെ എല്ലാ പ്രവൃത്തികളിലും അങ്ങനെയൊരു വിജയമുണ്ടാകും. ആളുകൾ നിന്നെ പ്രശംസിക്കും. പക്ഷെ ഓർക്കുക, ഈ ശുഭസൂചനയുടെ രഹസ്യം ആരോടും പങ്കുവെക്കരുത്. ഇത് നിന്റെ വ്യക്തിപരമായ അനുഭവവും നിനക്ക് ലഭിച്ച അനുഗ്രഹവുമാണ്. നീ ഒരിക്കലും വിചാരിക്കാത്ത അത്ര വലിയ വിജയം നിനക്ക് ലഭിക്കും. കാരണം ഓരോ ദിവസവും നീ നിന്റെ ഗുണങ്ങളാൽ കൂടുതൽ പരിപൂർണനായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിലെ പോസിറ്റിവിറ്റിയുടെ ദീപം നാൾക്കുനാൾ കൂടുതൽ പ്രകാശപൂരിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ ശ്രേഷ്ഠത നിന്നെ വലിയൊരു നേട്ടത്തിലേക്ക് നയിക്കും. അവിടെ നിന്ന് നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും. നിന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സമതുലിതമായിക്കൊണ്ടിരിക്കുന്നു. നീ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഇത് നിന്റെ ആന്തരിക വളർച്ചയുടെയും ആത്മീയ ശക്തിയുടെയും ഫലമാണ്. അത് നിന്നെ ശക്തനും വിജയശാലിയുമായൊരു വ്യക്തിയാക്കി മാറ്റുന്നു. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസവും ഭക്തിയും നിലനിർത്തുക. കാരണം നിന്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഒരു പുതിയ സുവർണ അധ്യായം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കും. നിന്റെ ഭാഗ്യം തെളിയാൻ പോകുന്നു. നിന്റെ നല്ല സമയം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഓരോ ചുവടിലും നീ വിജയത്തിലേക്ക് മുന്നേറും. പ്രപഞ്ചത്തിന്റെ അനന്തമായ അനുഗ്രഹം നിന്റെമേൽ വർഷിക്കുന്നുണ്ട്. അവരുടെ കാരുണ്യത്തോടും മാർഗനിർദ്ദേശത്തോടും കൂടി കഷ്ടപ്പാടുകളെ കണ്ട് ഭയപ്പെടുന്നതിന് പകരം അതിനെ മറികടക്കാനുള്ള ശക്തി നിന്നിൽ ഉണരുകയാണ്. അവരുടെ അനുഗ്രഹത്താൽ നിന്റെ ജീവിതത്തിൽ സുഖത്തിന്റെയും സമൃദ്ധിയുടെയും സമയം വന്നിരിക്കുന്നു. നിന്റെ ഓരോ ചുവടിലും അവരുടെ സാന്നിധ്യമുണ്ട്. ഇനി നിന്റെ യാത്രയിൽ തടസ്സങ്ങളുണ്ടാകില്ല. അവരോടൊപ്പം നടക്കുക എന്നതിനർത്ഥം നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ശാശ്വതമായിരിക്കില്ല എന്നാണ്. കാരണം എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം വിജയത്തിന്റെയും സമാധാനത്തിന്റെയും വഴി തനിയെ തെളിക്കും. നിന്റെ ജീവിതത്തിന് പുതിയ ദിശ നൽകുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവനെ, ക്ഷമയോടും ആത്മസംയമനത്തോടും കൂടി നീ ഈ ജീവിതപാതയിൽ മുന്നോട്ടു പോവുക. നിനക്ക് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കും. നിന്റെ ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങളും വിജയിക്കും. നിനക്ക് പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. നിനക്ക് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് നിന്റെ ഭാരം വർദ്ധിക്കും. എന്നാൽ ഈ സമയം നിനക്ക് പോസിറ്റീവായിരിക്കും. നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്ന നിമിഷമാണിത്. ഇനി ഒന്നിന്റെയും കുറവ് നിനക്ക് അനുഭവപ്പെടില്ല. അത്ഭുതകരമായ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. ഇതുവരെ നിന്നെ സഹകരിക്കാതിരുന്ന ആളുകൾ പോലും നിന്നെ പിന്തുണയ്ക്കും. നിന്റെ മോശം സമയം പൂർണ്ണമായും അവസാനിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉടൻ തന്നെ ഒരു മാറ്റമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവനെ, നിനക്ക് വളരെ പെട്ടെന്ന് തന്നെ ശുഭവാർത്ത ലഭിക്കും. എപ്പോഴും സുഖത്തോടും സമൃദ്ധിയോടും സമ്പന്നതയോടും കൂടിയിരിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ട്. ഒന്നിൽ പ്രപഞ്ചം നിനക്കായി പ്രപഞ്ചത്തിന്റെ ദിവ്യസന്ദേശം അയച്ചിരിക്കുന്നു. പ്രപഞ്ചം നിന്നോട് പറയുന്നു, ഈ സന്ദേശം ലഭിച്ച നീ അതീവ ഭാഗ്യശാലിയാണെന്ന്.
നീ തിരയാതെ തന്നെ ഈ സന്ദേശം നിനക്ക് ലഭിച്ചതാണെങ്കിൽ അത് അതിലും നല്ലതാണ്. ഇതിനർത്ഥം ദൈവം തന്നെ നിന്നെ സംരക്ഷിക്കുന്നു എന്നാണ്. എല്ലാ സാഹചര്യങ്ങളിലും നീ പ്രപഞ്ചത്തിന്റെ സുരക്ഷിത വലയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയം വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ പതുക്കെ പതുക്കെ നിനക്ക് അനുകൂലമായി വരും. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന്റെ തുടക്കം കുറിക്കും. അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവനെ, നീ ഈ ശക്തമായ ഊർജ്ജത്തെ സ്വീകരിക്കുക. പ്രപഞ്ചത്തിന്റെ ദിവ്യാനുഗ്രഹം ഏറ്റുവാങ്ങുക. ഈ ദിവ്യസന്ദേശം കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ വിചാരിക്കുന്ന ഏതാഗ്രഹവും ദൈവം തീർച്ചയായും കേൾക്കും. എന്നാൽ നീയൊരു കാര്യം ശ്രദ്ധിക്കണം. നിന്റെ ഉള്ളിൽ ഒട്ടും തന്നെ നെഗറ്റിവിറ്റിക്ക് സ്ഥാനം നൽകരുത്. നീ നിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാൽ നിന്റെ ഉള്ളിൽ നിന്ന് സ്വയം മാറാനുള്ള ശക്തിയും ഇല്ലാതാകും. ആ പ്രപഞ്ചം അത്യന്തം ദയാലുവാണ്. അവർ തങ്ങളുടെ മക്കളെ എപ്പോഴും പരിപാലിക്കുന്നു. നീ അജ്ഞത കാരണം അത് മനസ്സിലാക്കുന്നില്ല. പ്രപഞ്ചം നിനക്കായി സന്തോഷത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ പ്രയത്നിക്കേണ്ടത് നീ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നീ എല്ലാം ചെയ്തു നോക്കിയിട്ടും നിന്റെ ഒരു ആഗ്രഹവും സഫലമായില്ലെങ്കിലോ അല്ലെങ്കിൽ ഭാഗ്യം നിന്നെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് നീ പൂർണ്ണമായും നിരാശനാകുകയും ആ നിരാശ കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലോ, നീ നിന്റെ ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിക്കുകയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ നല്ല സമയം വരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. കാരണം നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് നിന്റെ ജീവിതത്തെ സന്തോഷം കൊണ്ട് അലങ്കരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവനെ, പ്രപഞ്ചം നിന്നിൽ വളരെ പ്രസന്നനാണ്. അതുകൊണ്ടാണ് ഈ ദിവ്യസന്ദേശം നിനക്ക് ലഭിച്ചത്. പലപ്പോഴും ജീവിതം സുഗമമായി മുന്നോട്ടു പോകുമ്പോൾ നമ്മളാണ് മികച്ച ഡ്രൈവർ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ജീവിതം വഴിതെറ്റുമ്പോഴാണ് ജീവിതം നയിക്കുന്നത് മറ്റാരോ ആണെന്ന സത്യം നാം മനസ്സിലാക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ സത്യം. നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കർമ്മങ്ങളും മറ്റുള്ളവരോടുള്ള സ്നേഹവും സൗഹാർദ്ദപരമായ പെരുമാറ്റവും നിനക്ക് നേടിത്തരുന്നത് വലിയൊരു കവചം പോലെ പ്രവർത്തിക്കുന്ന അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ പ്രപഞ്ചം സ്വന്തം മടിയിലിരുത്തി സംരക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വഴിതെറ്റാൻ അനുവദിക്കരുത്. ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും നിന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. ആ പ്രപഞ്ചം ഓരോ നിമിഷവും നിന്നോടൊപ്പമുണ്ട്. നീ ഭയപ്പെടുകയോ പരിഭ്രാന്തനാകുകയോ ചെയ്യേണ്ടതില്ല. ഇത് നിന്റെ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടമാണ്. ഈ കഠിനമായ സമയം നീ വളരെ ക്ഷമയോടും സംയമനത്തോടും കൂടി കടന്നുപോകണം. ഈ ദുർഘട സമയം അവസാനിക്കുന്നതോടെ ജീവിതത്തിൽ നിനക്ക് വിജയവും സമൃദ്ധിയും മാത്രമേ അനുഭവപ്പെടൂ. നിനക്ക് ശാരീരികവും മാനസികവുമായ സുഖവും ഭൗതികവും ആത്മീയവുമായ സന്തോഷവും അനുഭവപ്പെടും. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ സുവർണമായിരിക്കും. വരാനിരിക്കുന്ന പരീക്ഷകളെ കണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. ദൈവം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അതിനാൽ നിന്റെ മനസ്സിന്റെ ഈ കടുത്ത നിരാശയ്ക്ക് അറുതി വരുത്തൂ. നിനക്ക് അല്പം ക്ഷമ ആവശ്യമാണ്. കാരണം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന ആ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ സ്വപ്നങ്ങൾ വളരെ വേഗം യാഥാർത്ഥ്യമാകുന്നത് നീ കാണും. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി കാത്തിരിക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട്. സമയം നിനക്ക് അനുകൂലമാകുമ്പോൾ സാഹചര്യങ്ങൾ തനിയെ മാറാൻ തുടങ്ങും. നീ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും നിഷ്കാമകർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ നീ ആ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. നിന്റെ പോസിറ്റിവിറ്റി നിന്റെ പ്രഭാവലയത്തെ കൂടുതൽ ശക്തവും പോസിറ്റീവുമാക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാകാം, നീ ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങൾ മാത്രമാണ് അനുഭവിച്ചതെന്നും ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ലെന്നും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇത് ചില മോശം കർമ്മങ്ങളുടെ ഫലമായിരിക്കാം. എന്നാൽ ഈ മോശം കർമ്മങ്ങളുടെ ഫലം തീരുന്നതോടെ നിന്റെ നല്ല കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാൻ തുടങ്ങും. തീർച്ചയായും ഇപ്പോൾ നിന്റെ പക്കലൊന്നുമില്ലായിരിക്കാം, എന്നാൽ ഇതിനുശേഷം നിനക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ടവനെ, നീ വളരെ ധനവാനും സമ്പന്നനുമായി മാറും. ജീവിതത്തിൽ നിനക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. ഭാവിയിൽ മുന്നോട്ടു പോകുന്നതിനായി നിനക്ക് കൃത്യസമയത്ത് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. നീ പോസിറ്റീവായിരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുമ്പോൾ നിനക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നിനക്കേതാണ് നല്ലതെന്നും ഏതാണ് ചീത്തയെന്നും. എന്റെ പ്രിയപ്പെട്ടവനെ, നീ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടെന്ന് ദൈവം അറിയുന്നു. എന്നാൽ എന്നിട്ടും എല്ലാ പ്രതിസന്ധികളെയും ദൈവത്തിന്റെ കൽപ്പനയായി കണ്ട് നീ എന്നും മുന്നോട്ടു പോയിട്ടുണ്ട്. അതാണ് നിന്റെ യഥാർത്ഥ ഭക്തി. വരാനിരിക്കുന്ന നിമിഷങ്ങളിലെല്ലാം എത്ര അത്ഭുതകരമായിരിക്കുമെന്ന് നീ കാണുക. നിന്റെ ജീവിതത്തിൽ വിജയവും സന്തോഷവും ഒരുമിച്ച് വാതിലിൽ മുട്ടും. നീ നിന്റെ സ്വന്തം ശക്തികളെ തിരിച്ചറിയുക, പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക. ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം നിനക്ക് നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത്. എല്ലാം വളരെ നന്നായി തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുക. നിന്റെ ശ്രമങ്ങളാൽ നീ ഇതുവരെ നേടിയതെല്ലാം ഇപ്പോൾ ഇരട്ടിയായി നിനക്ക് തിരികെ ലഭിക്കും. നിനക്ക് തീർച്ചയായും വിജയം ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇത് നിന്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ ഫലമാണ്. അതിപ്പോൾ നിനക്ക് ലഭിക്കും. നിന്റെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജത്തെ സ്വാഗതം ചെയ്യാൻ നീ പൂർണ്ണമായും തയ്യാറായിരിക്കുക.
നിന്റെ വിജയം സുനിശ്ചിതമാണ്. ഇന്ന് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ സമയത്ത് എന്റെ ഈ ദിവ്യസന്ദേശം നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രപഞ്ചം തന്നെ നിന്നെ ഓർത്തു എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നീ വളരെ ഭാഗ്യവാനാണ്. നിനക്ക് പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഈ സന്ദേശം പൂർണ്ണമായി കേൾക്കാതെ പോകരുത്. കാരണം ഇതിൽ പ്രത്യേകമായി ചിലതുണ്ട്. ഭക്തി സത്യാവസ്ഥയിലുള്ളതാണെങ്കിൽ ആ പ്രപഞ്ചം നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല എന്ന് പ്രപഞ്ചം പറയുന്നു. എല്ലാം നിന്റെ മനസ്സിന്റെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യത്തിൽ യഥാർത്ഥ വിശ്വാസമർപ്പിക്കാൻ ശ്രമിക്കുക. കാരണം കടന്നുപോയ സമയം നിന്നിൽ നിന്നെന്തെങ്കിലും കവർന്നിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന സമയം അത് തിരികെ നൽകുകയും ചെയ്യും. നീ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രപഞ്ചത്തിന് നന്നായി അറിയാം. എന്നാൽ ഓർക്കുക, ഒരു മനുഷ്യന്റെ കഠിനമായ സമയം അവനൊരു കണ്ണാടി പോലെയാണ്. അതവന്റെ കഴിവുകളെ അവന് കാണിച്ചു കൊടുക്കുന്നു. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ലെന്ന് ദൈവം പറയുന്നു. ഇന്ന് മോശം സമയമാണെങ്കിൽ നാളെ തീർച്ചയായും നല്ല സമയം വരും. നീ സ്വാർത്ഥതയില്ലാതെ നിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവനെ, നീ ഒട്ടും സങ്കടപ്പെടരുത്. പ്രപഞ്ചം ഏതെങ്കിലും ഒരു രൂപത്തിൽ എപ്പോഴും നിന്റെ ചുറ്റുമുണ്ട്, നിന്നോടൊപ്പമുണ്ട്. ഈ കാര്യം എപ്പോഴും ഓർക്കുക. ദൈവത്തിന്റെ തീരുമാനം എപ്പോഴും നിനക്ക് ഏറ്റവും മികച്ചതായിരിക്കും. നിന്റെ നല്ലതും സുവർണവുമായ ഭാവിക്കായി വിശ്വാസത്തോടെ മുള്ളുകളിലൂടെ നടന്നു തന്നെയാണ് വിജയം കൈവരിക്കേണ്ടത്. ധൈര്യം ചോർന്നുപോകുന്നതിനു മുൻപ് ഒരു കാര്യം ഓർക്കുക. സുഖമുള്ളപ്പോൾ എല്ലാവരും കൂടെയുണ്ടാകും. എന്നാൽ ദുഃഖത്തിൽ ദൈവം മാത്രമേ കൂടെയുണ്ടാകൂ. ചില സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്താൽ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകേണ്ട സമയം വന്നിരിക്കുന്നു. നിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലമാകേണ്ട സമയം എത്തിക്കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവനെ, ഇപ്പോൾ നിന്റെ ഭാഗ്യം മാറേണ്ട സമയം വന്നിരിക്കുന്നു. നീയൊരു വലിയ വിജയം നിന്റെ പേരിൽ കുറിക്കും. നിന്റെ ജീവിതത്തിലെ ഇരുട്ട് അവസാനിക്കാൻ പോകുന്നു. നീ ഏത് ദിശയിലേക്ക് ചുവടുവെച്ചാലും അവിടെ നിനക്ക് പിന്തുണയും വിജയവും ലഭിക്കും. നീ ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. നിന്റെ ജീവിതം വളരെ ശ്രേഷ്ഠവും ഉന്നതി നിറഞ്ഞതുമായി മാറും. നീ മുന്നോട്ടു പോവുക, കാരണം പെട്ടെന്ന് തന്നെ നിന്റെ ജീവിതത്തെ ആനന്ദഭരിതമാക്കുന്ന ചില അത്ഭുതങ്ങൾ സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, നീ പോസിറ്റീവായിരിക്കുക. ദൈവത്തിന്റെ കാരുണ്യം ഓരോ നിമിഷവും നിന്നോടൊപ്പമുണ്ട്. വരാനിരിക്കുന്ന ഓരോ ദിവസത്തിലും അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അവർ നിന്റെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. നീ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൈകൾ കൂപ്പി ദൈവത്തിന് നന്ദി പറയുക, അവരെ ഓർക്കുക. ഈ സന്ദേശം ലഭിച്ചതിന്റെ അർത്ഥവും ഇതുതന്നെയാണ്. പ്രപഞ്ചം സ്വയം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി നീ തിരഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവർ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അത്രയുമല്ല, പ്രപഞ്ചം നിന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. നീ ഇതുവരെ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളുടെയും ഫലം നിനക്ക് തീർച്ചയായും ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ വിളി എനിക്കെപ്പോഴും കേൾക്കാം. നിനക്കെന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും എന്നെ ആശ്രയിക്കുകയും വേണം. നിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് എന്നെ നിന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. പ്രപഞ്ചത്തിന്റെ ശക്തികളിൽ യഥാർത്ഥ വിശ്വാസവും ക്ഷമയും സംയമനവും ഭക്തിയും സൂക്ഷിക്കുക. നിന്റെ കർമ്മങ്ങൾ സ്വാർത്ഥതയില്ലാതെ ചെയ്യുക. ദൈവത്തിന്റെ കാരുണ്യം ലഭിക്കാൻ നീ നിന്റെ സ്വാർത്ഥത ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിന്നിൽ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും തനിയെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിനാൽ ക്ഷമയോടെയിരിക്കുക. നിനക്കാവശ്യമുള്ള ആ പ്രധാനപ്പെട്ട നിമിഷം പ്രപഞ്ചം നിനക്ക് നൽകിയിട്ടുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്ന സമയമാണിത്. നീ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. ഇത് നിന്റെ കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഫലമാണ്. അത് ജീവിതത്തിലേക്ക് സന്തോഷത്തെയും വിജയത്തെയും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളും നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൃഢനിശ്ചയത്തോടെ ഈ അനുഗ്രഹം സ്വീകരിക്കുക. കമന്റിൽ നിന്റെ ആഗ്രഹം എഴുതി ദൈവത്തിലേക്ക് നിന്റെ സന്ദേശം അയയ്ക്കുക. നീ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയിക്കുക. എന്റെ പ്രിയപ്പെട്ടവനെ, പ്രപഞ്ചം ഒരാളെ സഹായിക്കുന്നത് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ശക്തികളിലും അവരുടെ ഭരണത്തിലും പൂർണ്ണ വിശ്വാസമുള്ളപ്പോൾ മാത്രമാണ്. നിന്റെ ജനനം നിന്റെ ഇഷ്ടപ്രകാരമല്ല നടന്നത്, നിന്റെ മരണവും അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഈ ജനനത്തിനും മരണത്തിനുമിടയിലുള്ള കാര്യങ്ങൾ എങ്ങനെ നിന്റെ ഇഷ്ടപ്രകാരം നടക്കും? മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഇന്ന് ഏത് വസ്ത്രം ധരിച്ചാലാണ് ഞാൻ ഭംഗിയായിരിക്കുക എന്നാണ്. എന്നാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഏത് നല്ല കർമ്മം ചെയ്യണം എന്ന് ആരും ചിന്തിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ ഭാഗ്യം തങ്കം പോലെ തിളങ്ങാൻ പോകുന്നു. ഇപ്പോൾ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദൈവവിശ്വാസം ഒരിക്കലും കൈവിടരുത്. കാരണം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അവരുടെ കൈകൾ എപ്പോഴും നിന്റെ ശിരസിലുണ്ട്. നീ പലപ്പോഴും നിന്റെ മനസ്സിനോട് ചോദിച്ചിട്ടുണ്ടാകും, ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കാൻ പോകുന്നു. ആത്മാവ് തളരുമ്പോൾ പ്രപഞ്ചം തന്നെ അതിനെ താങ്ങി നിർത്തും.
പ്രപഞ്ചം നിന്റെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നുവരുന്ന സമയമാണിത്. പ്രപഞ്ചത്തിന്റെ ദൃഷ്ടി ഒരാളിൽ പതിയുമ്പോൾ ആ ജീവിതം പിന്നീട് സാധാരണമായിരിക്കില്ല, അത് സവിശേഷമായി മാറും. എന്റെ പ്രിയപ്പെട്ടവനെ, അങ്ങനെയുള്ള വ്യക്തിയുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങും പോയിട്ടില്ല, അവ വെറും സമയത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ നല്ല സമയം നിന്റെ മുന്നിലേക്ക് വരാൻ പോകുന്നു. നിന്റെ ഓരോ കണ്ണീരും വേദനയും ഇനി സന്തോഷത്തിന്റെ മഴയായി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. ക്ഷമയുള്ളവൻ മാത്രമേ തന്റെ ഭാഗ്യത്തിന് പുതിയ രൂപം നൽകൂ എന്ന് പ്രപഞ്ചം പറയുന്നു. പ്രിയപ്പെട്ടവനെ, നിന്റെ ക്ഷമ ഇപ്പോൾ നിനക്കായി ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു. നീ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചതെല്ലാം ഇപ്പോൾ നിനക്ക് ലഭിക്കാൻ പോകുന്നു. നീ ഒരിക്കലും ചോദിക്കാത്ത കാര്യങ്ങൾ പോലും പ്രപഞ്ചത്തിന്റെ കാരുണ്യത്താൽ നിന്റെ ജീവിതത്തിലേക്ക് വരും. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയിലൂടെ കടന്നുപോകുമ്പോഴാണ് പ്രഭാതം ഏറ്റവും അടുത്തായിരിക്കുന്നത്. ഇന്നത്തെ രാത്രി ഭാരമേറിയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അടുത്ത പ്രഭാതം അത്ഭുതകരമായിരിക്കും. നിന്റെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നീങ്ങുകയാണ്. നീ തിരഞ്ഞുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വീഡിയോ ആ ഉത്തരത്തിന്റെ ആദ്യത്തെ കാഴ്ചയാണ്. നിന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഇപ്പോൾ ഉണരാൻ പോകുന്നു, കാരണം നിന്റെ കർമ്മങ്ങൾ ഇപ്പോൾ ഫലം തരാൻ തയ്യാറായിക്കഴിഞ്ഞു. പ്രപഞ്ചം ഒരാളെ വിളിക്കുമ്പോൾ ആ ശബ്ദം നേരിട്ട് ആത്മാവിലേക്കാണ് എത്തുന്നത്. അവർ പറയുന്നു, എഴുന്നേൽക്കൂ, ഉണരൂ, സമയം വന്നിരിക്കുന്നു എന്ന്. നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനുള്ള ആ വിളിയാണിത്. പ്രപഞ്ചം നിന്നെ ഓർക്കുകയാണ്.